ഈ 2026 തുടക്കം നമ്മൾ 25 ശേഷം 2026 എന്തിനൊക്കെയോ വേണ്ടി അല്ലെങ്കിൽ തയ്യാറെടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഞാൻ ലോക പൊളിറ്റിക്സിൻ്റെ കാര്യമാണ്, ജിയോ പൊളിറ്റിക്സിൻ്റെ കാര്യമാണ്. അപ്പോൾ അതിനകത്ത് അതേ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നീങ്ങുന്നത്. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം അത് റഷ്യയുടെ താല്പര്യത്തിനനുസരിച്ച് പോകുന്നു. ഒരുപക്ഷെ തായ്വാൻ ആക്രമിക്കുന്നതിനുണ്ട്. 2027 ആകുമ്പോഴത്തേന് ചൈന തായ്വാൻ പിടിക്കും. അത് ഷീ ജിൻപിങ്ങിൻ്റെ ഒരു അതിന് മാറുന്നു. അപ്പോൾ അതിനൊരു തയ്യാറെടുപ്പ് ഇവിടെ നടക്കുന്നു. അതിനെ സഹായിച്ചിരുന്ന ജപ്പാനെതിരായിട്ട് റഷ്യ വേണ്ട രീതിയിലുള്ള പടയൊരുക്കങ്ങൾ നടത്തുന്നു. അപ്പം റഷ്യ നമ്മുടെ വിഷയം അറിയാമല്ലോ, ഇപ്പോൾ പാകിസ്ഥാനായിട്ടുള്ള വിഷയം, ബംഗ്ലാദേശിൻ്റെ വിഷയം, അല്ലെങ്കിൽ നമ്മുടെ അതിർത്തിയിലെ വിഷയത്തിനകത്ത്. അപ്പം മൊത്തത്തിൽ പറയുമ്പം ഈ രണ്ടും ചേരി ഒരുപക്ഷെ ഈ അമേരിക്കൻ ചേരിക്കെതിരെ ശക്തമായിട്ട് റഷ്യ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ആ ചേരിക്കകത്ത് റഷ്യയുടെ കൂടെ നിൽക്കുന്നവരെ കൃത്യമായിട്ട് സഹായിക്കുമെന്നുള്ള കാണിച്ചു കൊടുത്തുകൊണ്ടാണ് റഷ്യ മുന്നോട്ട് പോകുന്നത്. കാരണം ജപ്പാൻ തായ്വാൻ്റെ വിഷയത്തിൽ ജപ്പാൻ വട്ടം കൊണ്ടുവന്ന് മുങ്ങിക്കപ്പലും ഒക്കെ അല്ലെങ്കിൽ വരുന്ന ഒരവസ്ഥ വന്നിട്ടുള്ളൂ. അപ്പം ഇതേ രീതിയിലേക്ക് ഇപ്പം നമ്മൾ നോക്കുമ്പം മിഡിൽ ഈസ്റ്റിലും ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. കാരണം ഇതുവരെ ഇല്ലാത്തോണം വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു ഈ പറയുന്ന ഇസ്രായേൽ വെടിനിർത്തൽ കരാർ. ഇറാനകത്ത് നമ്മൾ വിചാരിച്ചതുപോലെ ആഭ്യന്തര കരാർ ആര് വേണം? ഖമേനി മാറണം, ജനാധിപത്യ സംവിധാനം ഉണ്ടാകും, സാധാരണക്കാരന് ജീവിക്കത്തക്കോണമുള്ള സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഭരണകൂടത്തിന് മാറ്റമുണ്ടാകണം എന്ന് പറഞ്ഞ് തെരുവിൽ, അപ്പോൾ അതായത് ജനത്തിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് തെരുവിൽ ജനം ഇറങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് ഇപ്പോഴത്തെ കണക്ക് പോലും ഏതാണ്ട് 40 പേര് അവർ കൊടുക്കുന്ന കണക്കാണ്. 40 ആയിരിക്കത്തില്ല, 400 ആയിരിക്കത്തില്ല, അറിയാമല്ലോ. അപ്പം ഇതിനകത്ത് ഖമേനിയെ വധിക്കും അല്ലെങ്കിൽ ഖമേനി ഇനി വേണ്ട എന്നുള്ള രീതിയിൽ ട്രംപ് സംസാരിച്ചിരുന്നു. ട്രംപിൻ്റെ സംസാരം അറിയാമല്ലോ, ഖമേനിയെ വേണ്ടി വന്നാൽ വധിക്കും. അപ്പം ഖമേനിക്ക് ഒരുപക്ഷെ സുരക്ഷ നൽകാൻ അല്ലെങ്കിൽ ഖമേനി അഭയം പ്രാപിച്ചിരിക്കുന്നു റഷ്യയോട് എന്നുള്ള രീതിയിലുള്ള വാർത്തയും വരുന്നുണ്ട്. കാരണം റഷ്യക്ക് ഇറാനുമായിട്ട് വലിയ ബന്ധമുണ്ട്. റഷ്യയുടെ കണ്ടമാനം ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. റഷ്യയുടെ ഈ ആണവ നിലയങ്ങൾ കണ്ടമാനം ഇറാനിലുണ്ട്. കാരണം അത് ബോംബുണ്ടാക്കുന്ന ആണവ നിലയല്ല, നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഇറാനകത്തുള്ള ഈ കലാപം അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ. പലയിടത്തും കലാപങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പിറകിൽ ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ കലാപം വളരെ കാലം കൊണ്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഈ കഴിഞ്ഞ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ഈ നെതന്യാഹു പറയുന്നത്, ഞാൻ ഉറപ്പ് വരുന്നു നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യമാക്കുന്ന പഴയ ഒരു ഇറാൻ, ഖമേനി വരുന്നതിന് മുമ്പേ ഉള്ള അല്ലെങ്കിൽ അവിടുത്തെ 78 മുമ്പേ ഉള്ള ഒരു ഇറാൻ നമുക്കറിയാമല്ലോ, നമ്മൾ ഒന്നിച്ചിരുന്ന ഇറാൻ, അല്ലെങ്കിൽ ലോകം ചർച്ച ചെയ്ത ഇറാൻ, ലോകത്തിൻ്റെ നെറുകയിൽ നിങ്ങളെ കൊണ്ട് എത്തിച്ചിരുന്ന ഇറാൻ, ആ ഒരു ഭരണ സംവിധാനത്തെ നമുക്ക് എത്തിക്കണം എന്ന് പറയുകയും ഇപ്പം ഇത് അല്ലെങ്കിൽ ജനത്തിന് ഇപ്പോൾ ഇരിക്കുന്ന ഭരണകൂടത്തെ മാറ്റുന്നതിന് വേണ്ടി പല ജൻസി കലാപങ്ങളും അല്ലെങ്കിൽ പല ഈ റെസീം ചേഞ്ചുകളും ഡീപ് സ്റ്റേറ്റും അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേലും ഒക്കെ ആഗ്രഹിക്കുന്നവർ പലതും നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഖമേനിയെ സ്കെച്ച് ചെയ്തിട്ടുണ്ടോ മൊസാദ്? അല്ലെങ്കിൽ ഖമേനിയുടെ ജീവന് ഭീഷണിയുണ്ടോ? കലാപത്തിൻ്റെ പിറകെ ശരിക്കും അമേരിക്ക തന്നെയല്ലേ? അല്ല, അത് രണ്ട് സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇറാനിൽ കലാപം ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും അമേരിക്ക അതിൻ്റെ പിന്നിലുണ്ടാവും. അത് ന്യായമായൊരു കേസാണ്. കാരണം ചരിത്രത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാതെ, ഒരിക്കൽ പോലും കോംപ്രമൈസിന് പോവാതെ, ഇന്ത്യ പോലും നമ്മുടെ ഒരു സൗകര്യമനുസരിച്ചൊക്കെ ആവശ്യാനുസരണം അമേരിക്കയോടും സോഫ്റ്റായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട്. ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്തൊരു രാജ്യമാണ് ഇറാൻ. ആ അർത്ഥത്തിൽ പ്രത്യേകിച്ച് അമേരിക്കയോട് എന്തായിരുന്നു ഇറാനിലെ ഭരിച്ചിരുന്ന ഷാ പഹ്ലവി എന്ന രാജാവിന് ഇറാൻകാർ, അവിടുത്തെ ഈ ഷിയ ഇസ്ലാമിസ്റ്റുകൾ, ആയത്തുള്ള ഖൊമൈനിയൊക്കെ ചാർത്തിയ കുറ്റപത്രം എന്തായിരുന്നു? അമേരിക്കൻ പാവ ഗവൺമെൻറ്റായി ഭരിക്കുന്നു എന്നാ, പാവരാജാവായി ഭരിക്കുന്നു എന്നാ. അപ്പോൾ അമേരിക്കയോട് കൂറു പുലർത്തി എന്നുള്ളതാണ് അവിടുത്തെ മഹാരാജാവിന് പോലും ഉണ്ടായിരുന്ന കുറ്റം. അപ്പോൾ അമേരിക്കയോട് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്തൊരു ഗവൺമെൻറ്റാണ് ഇറാൻ. ആ ഇറാൻ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു കലാപം ഉണ്ടായത് പുറത്തറിഞ്ഞെങ്കിൽ അത് നമ്മൾ അറിഞ്ഞതിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കും. കാരണം ഇറാൻ ഗവൺമെൻറ് ഇപ്പോൾ നമ്മൾ ചൈനയിൽ ടിയാനൻമെൻ സ്ക്വയർ പോലെ ചൈനയിൽ കലാപം ഉണ്ടായതുപോലെയാണ്. ഇറാനിൽ നിന്നൊരു വാർത്ത പുറത്തു വരാൻ വലിയ പാടാണ് സാറേ. അതിഭീകരമായ കൺട്രോളുള്ള ഇരുമ്പു മറയുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവിടുന്ന് ഒരു പ്രകടനം നടന്ന വാർത്ത പുറത്തു വരണമെങ്കിൽ അതിൽ ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം കത്തിക്കുന്ന വാർത്ത. അപ്പോൾ വമ്പിച്ച വാർത്തകൾ വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതിനേക്കാളോ അറിഞ്ഞതിനേക്കാളോ എത്രയോ വലുതായിരിക്കും അത്. ഇനി ആ കലാപം അടിച്ചമർത്താൻ അതുപോലെ പ്രധാനമാണ്. സാറ് ചോദിച്ചൊരു ചോദ്യം, ഇത് കലാപം ഉണ്ടാക്കുന്നതിൽ അമേരിക്കയുണ്ടോ? ഉറപ്പിച്ചോളൂ, ആ കലാപം അടിച്ചമർത്തുന്നതിൽ റഷ്യ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ അന്ന് വിചാരിച്ചാണ്, ആ കലാപത്തിൻ്റെ ആദ്യ നാളുകളിൽ ഞാൻ കണ്ടതാണ്, വാർത്ത കണ്ടപ്പോൾ ഇറാൻ തീർന്നു എന്ന് വിചാരിച്ചതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇറാനെ ഒറ്റയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണെങ്കിൽ പുറം ലോകം അറിയാതെ അവരെ പരിഹരിക്കും. അവരുടെ കയ്യിൽ നിന്ന് പോയി എന്നതിൻ്റെ അർത്ഥം.
അതിൻ്റെ അർത്ഥം റഷ്യ അവരുടെ എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ഉപയോഗിച്ചിട്ട് ആ കലാപത്തെ അടിച്ചമർത്തിട്ടുണ്ടാവും. ഇപ്പോൾ വളരെ പ്രകടമായിട്ട് ഈ ലോകത്ത് നടക്കുന്ന ഈ ചേരിയിൽ ഇറാനും കക്ഷി ചേർന്നിരിക്കുന്നു. പക്ഷേ ഇറാൻ്റെ ഈ കാംനെയി തീർച്ചയായിട്ടും ടാർഗറ്റ് ഗ്രൂപ്പിലുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാംനെയി എന്ന് പറയുന്നൊരു വ്യക്തിയല്ലല്ലോ, പരമാധികാരിയാണ്, മാത്രമല്ല ഷിയ ആത്മീയ നേതൃത്വം കൂടിയാണ്. അപ്പോൾ അവരെ മതപരമായിട്ട് കൂടി ശരിപ്പെടുത്താനും വൈകാരികമായി തകർക്കാനും ഒക്കെ അത് ആവശ്യമാണ്. അപ്പോൾ കാംനെയി അവരുടെ ടാർഗറ്റിൽ ഉണ്ടാവാം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിനകത്ത്. ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ നേരിട്ട് ആക്രമിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ആക്രമിക്കേണ്ട സമയം കഴിഞ്ഞു. അതെ, ഇപ്പോൾ ഇസ്രായേൽ നേരിട്ട് പോയി ഇറാനെ വല്ലാതെ ആക്രമിക്കാത്തത് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന അത്ര സുഖത്തിലല്ല. അതാണ് എൻ്റെ കാര്യം. ഇസ്രായേലിനെ ഒരു പക്ഷേ വേണ്ടി വന്നാൽ റഷ്യ സഹായിച്ചേക്കും എന്ന അവസ്ഥയുണ്ട്. ടൈപ്പാണ്. അപ്പോൾ അമേരിക്ക അത് ഭയപ്പെടുന്നുണ്ട്. അമേരിക്ക ഇസ്രായേലിനെ ശത്രുവാക്കാൻ തയ്യാറുമല്ല. കാരണം ഇസ്രായേൽ കൊച്ചുകുട്ടി ആണെങ്കിൽ പോലും എല്ലാ അമേരിക്കയുടെ സാറി പറഞ്ഞ ശത്രുവാക്കാൻ പറ്റത്തില്ല. അമേരിക്കയുടെ മൊത്തവും ഇസ്രായേലിന്റെ കയ്യിലാണ്. എല്ലാ ടെക്നോളജി ആയാലും എല്ലാവരുടെ കയ്യിലാണ്. എല്ലാ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിലും ഇസ്രായേലി പൗരന്മാരുണ്ട്, ഇരട്ട പൗരത്വമുള്ള ജൂതന്മാരുണ്ട്. അപ്പോ ഇങ്ങനെ സങ്കീർണമായ സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഈ കാര്യം ഇപ്പൊ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ലോകത്തിൽ അമേരിക്ക ഇടപെട്ട കച്ചവടമൊക്കെ അമേരിക്ക നഷ്ടമാണ്. അതെ, ഫലസ്തീൻ നഷ്ടമാണ്. ഫലസ്തീൻ ഒത്തുതീർപ്പിൽ ആരെങ്കിലും വിജയിച്ചുവെങ്കിൽ അത് ഇസ്രായേലാണ്. ഒത്തുതീർപ്പിന് പോകാത്ത ഇസ്രായേൽ അവർക്ക് ആവശ്യമുള്ള ടാർഗറ്റ് അനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അവർ വെടി പൊട്ടിക്കേണ്ട നേരത്തെ പൊട്ടിക്കുന്നുണ്ട്. അവരെ ബാക്കിയുള്ള പലസ്തീനികളെ ആഫ്രിക്കയിലേക്ക് കടത്താനുള്ള കരാർ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അതിനുവേണ്ടി ആഫ്രിക്കയിലെ ഒരു രാജ്യത്തെ തന്നെ അവർ വീതം വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. 2 ഉക്രൈൻ യുദ്ധമാണ്. ഉക്രൈൻ യുദ്ധം എന്താ സ്ഥിതി? 5 കൊല്ലം മുമ്പ് യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യ പറഞ്ഞതാണ് ഇന്ന കണ്ടീഷനിലാണെങ്കിൽ തീർക്കാം. അതേപോലെ ആ കണ്ടീഷനിലേക്ക് തീർത്തു എന്ന് പറഞ്ഞാൽ എന്താ? 5 കൊല്ലം യുദ്ധം ചെയ്ത് എന്തിനായിരുന്നു? അവിടെയും അമേരിക്ക പരാജയപ്പെടുകയാണ്. 3 ഇപ്പോൾ സാൾ പറഞ്ഞ തായ്വാൻ്റെ ഇഷ്യൂ എന്താ ആലോചിച്ചു നോക്കൂ. തൊടാൻ പറ്റില്ല അമേരിക്കയ്ക്ക് ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ ജപ്പാനെ സഹായിച്ചിട്ട് ചൈനയെ നിലനിർത്തി കളയാമെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, നടക്കൂല. കാരണം എന്താ വെച്ചാൽ ചൈന ഒറ്റക്കാവില്ല. ചൈന പോലും ഇപ്പോൾ അമേരിക്കയും ജപ്പാനും കൂടി ചേർന്ന പിടികൂടാത്ത അത്രയും വലുതാണ്. ഇനി ചൈനയുടെ കൂടെ റഷ്യയും കൂടി ചേർന്ന തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അമേരിക്ക അവിടെയൊക്കെ പരാജയപ്പെട്ടിരിക്കുക. ഇപ്പോൾ അമേരിക്ക കളിക്കുന്ന ഒരു കളി തീർച്ചയായിട്ടും പുതിയൊരു ചേരി ഉണ്ടാക്കുകയാണ്. എങ്ങനെ? നേരിട്ട് പോയി അധിനിവേശം നടത്തിയിട്ട് താരതമ്യേന സൈനികമായി ദുർബലമായ രാജ്യങ്ങളിൽ, എന്നാൽ സാമ്പത്തികമായി ശേഷിയുള്ള രാജ്യങ്ങളിൽ, റിസോഴ്സ് ഉള്ള രാജ്യങ്ങളെ പോയി കീഴടക്കുക, നേരിട്ട് കീഴടക്കുക. അതാണ് ഏറ്റവും പ്രകടമായിട്ട് വെനിസുലയിൽ നടന്നതല്ലേ. ഒരു ന്യായം വേണ്ട സാറേ. മാത്രമല്ല വെനിസുലയിൽ മാത്രമല്ല, പല രാജ്യങ്ങളോട് ഇത് പറ്റുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ ഡ്രഗ് കാർട്ടൽ കൊടുത്തയക്കുന്നു, മയക്കുമരുന്ന് കയറ്റി അയക്കുന്നു. ആരാ ഉത്തരവാദി? ഇനി മയക്കുമരുന്ന് കയറ്റുന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങളുടെ തൊട്ട അയൽപ്പക്കത്ത് ഒരു മല കടന്നാൽ അപ്പുറത്തെത്തുന്ന മെക്സിക്കോ ആണ്. മെക്സിക്കോയിൽ മയക്കുമരുന്ന് പ്രോസസ്സിംഗ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട പണി. അതിൻ്റെ വലിയ മാർക്കറ്റാണ് USA. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ചെയ്യാം? ഒന്ന്, USA ഒരു തുള്ളി മയക്കുമരുന്ന് കടക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കാം. അതെന്താ പറ്റാത്തത്? സ്വന്തം അണികളെ വിശ്വാസമില്ല, അവർ നല്ല മാർക്കറ്റാണ്. 2, തൊട്ടടുത്ത രാജ്യമുള്ള മെക്സിക്കോ, അതിനെ പോയി ആക്രമിച്ചാൽ പോരെ? സാറേ, ഇതിനകത്ത് സാറ് മനസ്സിലാത്ത സാറിന്റെ ശുദ്ധത കൊണ്ടാണ് സാറേ ചോദിക്കുന്നത്. ഇത് ഒരു കാരണമാണ്. ഇപ്പം എന്നാ വേറെ എന്തെല്ലാം കാര്യമുണ്ട്? ഇറാഖിനെ പണ്ട് സദാം ഹുസൈൻ എത്ര കുഴപ്പമാണെങ്കിലും ആ രാജ്യത്തിന് ഗുണമുള്ളവനായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശ് പോലെയൊക്കെ നമ്മുടെ ഇവരുടെ കൂട്ട് ആ രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന സ്ത്രീ ആയിരുന്നു. അതിനകത്ത് കുഴപ്പമുണ്ടെന്ന് എന്തോ പിടിച്ചു, നിരാസായുധം പിടിച്ചു, അവിടെ ഒന്നുമില്ലായിരുന്നു. ഇപ്പം ഇറാഖിനെതിരെ നിൽക്കുന്നതിനകത്ത് അവർക്ക് ഊർജ്ജ പ്രതിസന്ധി ഉണ്ട്. ഒരുപക്ഷെ ഈ ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അത് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചോളം ത്രട്ടാണ്. കാരണം ഇവൻ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞ് ഇടുകയും ചെയ്യും. കാരണം അറിയാമല്ലോ, അവർക്ക് വേറെ ചിന്താഗതി, മതപരമായ വിരോധമുണ്ട്, ഇടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഈ അമേരിക്ക ഇത്രയും കാലത്തിനകത്ത് അവർ ഏറ്റവും അവസാനം വെനിസുല ആക്രമിക്കുന്ന അവിടെ മയക്കുമരുന്ന് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ സ്വേച്ഛാധിപത്യത്തിനോ അല്ലെങ്കിൽ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരെ ഇവിടുത്തെ സിറിയ ഉൾപ്പെടെ ഭീകരവാദത്തിന് കയ്യെ പിടിച്ച് കുരുക്കുക, മുനീറയുടെ ഇതിനകത്തിരിക്കുക, കൊട്ടാരത്തിനകത്തിരിക്കുക. അതല്ല, അവിടുത്തെ എണ്ണയുണ്ട്. ആ എണ്ണയാണ് പ്രശ്നം. അപ്പൊ ഇപ്പൊ അമേരിക്കയുടെ ന്യായം അത്രേ ഉള്ളൂ. പക്ഷെ അതിന് വേറൊരു കാര്യമുണ്ട് സാർ. എണ്ണ ഉണ്ടായിക്കോട്ടെ, ഒരു ന്യായമായ കാരണം. ഒരു ന്യായവുമില്ല സാറേ. അമേരിക്കയ്ക്ക് ലോകത്ത് എന്നാ ന്യായം ഉണ്ടായിട്ടുള്ളത്? അംഗീകരിക്കുന്ന നിവൃത്തികേടുണ്ടല്ലേ. അമേരിക്കയ്ക്ക് എന്നാ ലോകത്ത് ന്യായം ഉണ്ടായിട്ടുള്ളത്? അവനൊരു ന്യായവും ഇല്ല, അവനൊരു നീതിയുമില്ല. സായിപ്പിന് എന്നാ ന്യായം?
ഒരു ന്യായവും ഒരു നീതിയുമില്ല. അതിവിടെയും കൂടെ നമ്മൾ ഇപ്പോൾ ഒക്കുമായിരുന്നെങ്കിൽ വെൻസുലൻ പ്രസിഡന്റിനെ കൊണ്ടുപോയതുപോലെ നമ്മുടെ നരേന്ദ്രമോദികൾ പിടിച്ചു കിട്ടിയേനെ. കാരണം ഒക്കാത്തതുകൊണ്ടാണ്. ഇന്ത്യ പോലെ നടക്കത്തില്ല, മനസ്സിലായില്ലേ? ഒക്കുന്നിടത്തല്ലേ അവനെ ചെയ്യുന്നുണ്ടല്ലോ, എന്നും ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യും. ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. ഇനി ഒരു 3-4 ലോകമഹായുദ്ധത്തിന് വേണ്ടി ശ്രമിക്കുന്ന എന്തിനാണ്? ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. എന്നാ പണക്കാരനായത്? ഈ ലോകത്തെ തെല്ലിച്ച് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം വലിയ ലോകത്തെ കോടീശ്വരനായത്. ഇനി അതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പം നടത്തിക്കുന്നത്. ഇപ്പം വെൻസുല പിടിച്ചു, അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് പിടിക്കാൻ പോകുന്നു, പ്രശ്നം ഉണ്ടാകുന്ന എവിടെയെങ്കിലും വിഷയം ഉണ്ടായാലും അതിനകത്ത് നിന്നുകൊണ്ട് എവിടെയെങ്കിലും മാറി. ഇവരങ്ങ് ദൂരെയാണല്ലോ, കാരണം ഏറ്റവും അവസാനം ഇടപെട്ടാൽ മതിയല്ലോ. മാത്രമല്ല ഇടപെടുന്നതിന് ആൾക്കാർ ഏറ്റവും അവസാനമേ പരിഗണിക്കത്തുള്ളൂ. കാരണം വലിയ രാജ്യമാണല്ലോ, വലിയ സംവിധാനം ഉണ്ടല്ലോ. അപ്പൊ ഇത് തന്നെയാണ് അമേരിക്ക. അതിനകത്ത് വേറെ ന്യായമൊന്നും അവരൊന്നും ന്യായം പ്രതീക്ഷിക്കണ്ട, ഒരിക്കലും ഇല്ല. ഇത്രയും കാലത്തിനകത്ത് നമ്മൾ നോക്കിയപ്പോൾ ന്യായമില്ലാത്ത രാജ്യം, ഇനി അത് പ്രതീക്ഷിക്കുകയും വേണ്ട. അവൻ ചതിയനാണ്. അതെ അതെ അതേ നമുക്ക് പറയാം. അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ ഇനി എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരിക്കാം. പക്ഷെ എന്ത് സംഭവിച്ചാലും അതിന്റെ പിന്നിൽ നീതിയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു നീതി തീർച്ചയായും. ABC മലയാളത്തിന്റെ കൂടെ ABCക്ക് ഒരു ഹിന്ദി ചാനലുണ്ട്, ABC ഹിന്ദി. അത് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ വരിക്കാരാകണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.